Krebs cycle. So it's a central pathway for the release of energy from acetylcoenzyme, which is produced from the catabolism of carbohydrate, fatty acid, and some amino acids. So carbohydrate fatty acid ചില amino acidന്റെ കാറ്റബോളിസത്തിന്റെ ഫലമായിട്ട് അവസാനം അസ്റ്റൈൽ കോയിൻസിൻ കിട്ടും. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് എടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം റിലീസ് ചെയ്യുന്നത് 2 കാർബൺ കോമ്പൗണ്ട് ആണ്, അസ്റ്റൈൽ കോയിൻസിൻ ആണ്. അപ്പോൾ ഈ അസ്റ്റൈൽ കോയിൻസിൻ അതിന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് നടക്കുക, അതിൽ നിന്നും എങ്ങനെയാണ് എനർജി ഉണ്ടാക്കുക, അതാണ് ക്രബ്സ് സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. സോ the scientist H.A. Krebs is the first biochemist who worked on it, hence it is known as Krebs cycle. It is also known as citric acid cycle because the first product formed in the cycle is the citric acid. അല്ലെങ്കിൽ tricarboxylic cycle എന്ന് കൂടെ പറയാം, tricarboxylic cycle. So let's look at what are the major steps. What are the major steps in the Krebs cycle? There are 8 steps. The first one is the acetyl coenzyme combined with this one is the oxaloacetate. How many carbon atoms here? 1, 2, 3, 4. ഇവിടെ 2 കാർബൺ ആറ്റം ഉള്ളത്. അപ്പോൾ ഈ 2 കാർബൺ ആറ്റിൽ ഈ കോമ്പൗണ്ട് അസ്റ്റൈൽ കോയിൻസിയും ഓക്സലോഅസറ്റേറ്റും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. 1, 2, 3, 4, 5, 6. 6 carbon compound form ചെയ്യും. This is called citrate or citric acid. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്രബ്സ് സൈക്കിളിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഫോംസ് ആൻ ഐസോസിട്രേറ്റ് ഫോം ചെയ്യും. ഓരോ സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം നോക്കാം. ഐസോസിട്രേറ്റ് ഫോം ചെയ്യും. ഐസോസിട്രേറ്റിന് അടുത്ത സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. അതുകൂടാതെ അവിടെ ഒരു ഡീഹൈഡ്രോജനേഷൻ നടക്കും. എന്നിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടറൈറ്റ് ഫോം ചെയ്യും. ഐസോസിട്രേറ്റിന് ആൽഫ കീറ്റോ ഗ്ലൂട്ടറൈറ്റ് ഫോം ചെയ്യും. അവിടുന്ന് രണ്ടാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. അപ്പോൾ നോക്കി, നമ്മളിവിടെ 2 കാർബൺ ആറ്റം ആഡ് ചെയ്യപ്പെട്ടു അല്ല, ഇത് സൈക്കിളിൻ്റെ ഭാഗമാണ്. ഇത് ഈ ഒരു സംഗതി, ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദി സൈക്കിൾ. ഇത് പുറമേ നിന്ന് വരുന്നതാണ് ഈ 2 കാർബൺ കോമ്പൗണ്ട് അസ്റ്റൈൽ കോയിൻസിൻ. അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രൂപത്തിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ വേറൊരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തു. ഇവിടെ 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അടുത്ത 2 സ്റ്റെപ്പിൽ 2 കാർബൺ ഡൈ ഓക്സൈഡിനെ ഓരോ സ്റ്റെപ്പിലും റിമൂവ് ചെയ്തിട്ട് വീണ്ടും 4 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. സോ ദിസ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറൈറ്റ് ഫോംസ് സക്സിനൈൽ കോയിൻസിൻ ഫോം ചെയ്യും. സക്സിനൈൽ കോയിൻസിൻ അവിടുന്ന് സക്സിനേറ്റ് ആയിട്ട് മാറും ഓർ സക്സിനിക് ആസിഡ് ആയിട്ട് മാറും. സക്സിനിക് ആസിഡിന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫ്യൂമാറായിട്ട് മാറും, ഫ്യൂമാറിക് ആസിഡ് ആയിട്ട് മാറും. ഫ്യൂമാറിക് ആസിഡ് വീണ്ടും മാലൈറ്റ് ആയിട്ട് മാറും ഓർ മാലിക് ആസിഡ് ആയിട്ട് മാറും. മാലിക് ആസിഡ് വീണ്ടും ഓക്സലോഅസറ്റേറ്റ് അല്ലെങ്കിൽ ഓക്സലോഅസറ്റിക് ആസിഡ് ആയിട്ട് മാറും. 4 കാർബൺ കോമ്പൗണ്ട്. അത് ഈ ഓക്സലോഅസറ്റേറ്റ് വീണ്ടും എന്ത് ചെയ്യും, അടുത്ത അസ്റ്റൈൽ കോയിൻസിനെ കമ്പൈൻ ചെയ്യും, സിട്രിക് ആസിഡ് ഫോം ചെയ്യും. ഐസോസിട്രേറ്റ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്, സക്സിനൽ കോയിൻസിൻ, സക്സിനേറ്റ്, ഫ്യൂമാറൈറ്റ്, മാലിക് ആസിഡ്. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ എത്ര ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്? പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പുകളാണ്. 2 കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ഡീകാർബോക്സിലേഷൻ. പിന്നെ 1, 2, 3, 4 4 ഡീഹൈഡ്രോജനേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് NADH അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ NADH അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ FADH ആണ് സ്വീകരിക്കുന്നത്, ഇവിടെ NADH2. So 4 NADH, 3 NADH and 1 FADH2 is formed. This is the total outline. Let's look at each one step. So there are 8 steps in this cycle. First one is called aldol condensation എന്ന് പറയും. And അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. The oxaloacetic acid, that is this one, combined with the acetyl coenzyme, this one, to form a 6 carbon compound. This is called a citric acid. Citric acid form ചെയ്യും. എന്നിട്ട് അവിടുന്ന്
കോയിൻസിന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യപ്പെടും. കോയിൻസിൻ A is removed. So this is done with the help of an enzyme called citric acid synthetase. So this is the first step. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അസ്റ്റൈൽ കോയിൻസിനും ഓക്സാലോസ്റ്റിക് ആസിഡ് കമ്പൈൻ ചെയ്തിട്ട് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഐസോമറൈസേഷൻ ആണ്. സിട്രിക് ആസിഡ് ഈസ് ഐസോമറൈസ് ടു isocitric acid by the enzyme aconitase. This one dehydration followed by hydration steps. ഇവിടെ dehydration നടക്കും, water is removed, then water is added here. ഈ സ്റ്റെപ്പിൽ വാട്ടർ ആണ് റിമൂവ് ചെയ്യപ്പെട്ടു, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും. സോ ദിസ് ഈസ് എ സ്ട്രക്ചർ. അതിനുശേഷം വാട്ടർ ഇവിടെ രണ്ടാമത് ആഡ് ചെയ്യപ്പെടും ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ. then COH, CH2, CH ഇവിടെ ഒരു H ആഡ് ചെയ്യപ്പെട്ടു, then OH ഇവിടത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ OH ഇവിടുന്ന് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു രണ്ടാമത്തെ സ്റ്റെപ്പിൽ. സോ ദിസ് ഈസ് കോൾഡ് ഐസോസിട്രിക് ആസിഡ്. മൂന്നാമത്തെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കേണ്ട. അവിടെ ഡീകാർബോക്സിലേഷൻ നടക്കേണ്ടത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ഈസ് റിമൂവ്ഡ്. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. അതേപോലെ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. So isocitric acid is oxidatively decarboxylated to alpha ketoglutarate acid. Isocitric acid alpha ketoglutarate acid ആയിട്ട് മാറും. How? എങ്ങനെ? By the enzyme isocitrate dehydrogenase removing hydrogen atom. So നോക്കൂ ഇവിടെ എന്ത് സംഭവിക്കുക? ഐസോസിട്രിക് ആസിഡ് COH കറക്റ്റ്, CH2 ഇവിടെ ഉണ്ട്, ഇവിടെ CH-COH ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യും? രണ്ട് ഹൈഡ്രജൻ ആറ്റത്തെ റിമൂവ് ചെയ്യുന്നുണ്ട്. 2 hydrogen atoms are removed. So it forms oxalosuccinic acid ആയിട്ട് മാറും. അവിടുന്ന് അടുത്ത സ്റ്റെപ്പിൽ ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിനെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും. CO2 is removed here. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവിടുന്ന് ഈ ഒരു പൊസിഷനിൽ ഇവിടെയും രണ്ട് ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഇറ്റ്സ് ട്രാൻസ്ഫർ ടു NADയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇറ്റ് ബിക്കംസ് NADH ആൻഡ് H+. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യപ്പെടും. ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ്ഡ്. സോ ഇറ്റ് ബിക്കംസ് CH2. ക്ലിയർ? ഇതെന്തായിട്ട് മാറും? ഇവിടെ CH2 ആയിട്ട് മാറും. ഇതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്സിഡേഷൻ എവിടെ നടന്നു? ഇവിടെ ഓക്സിഡേഷൻ നടന്നു. ആൻഡ് ഇവിടെ എന്ത് നടന്നു? ഡീകാർബോക്സിലേഷൻ നടന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര കാർബൺ കോമ്പൗണ്ടായി? 1 2 3 4 5. ഇവിടെ എത്രയുണ്ട്? 1 2 3 4 5 6 6 കാർബൺ കോമ്പൗണ്ട് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ്റെ ഫലമായിട്ട് ഒരു കാർബൺ ആറ്റത്തെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്. ഇനി ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്, ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോഎൻസൈമായിട്ട് മാറും. എന്താണ് സ്റ്റെപ്പ് നോക്കാം. ഈ COH അതേപോലെ ഇവിടെ കാണുന്നുണ്ട്. സെയിം. ഹിയർ ഈസ് CH2 സെയിം. ഇവിടുത്തെ CH2 സെയിം ആണ്. ഇനി മാറ്റങ്ങൾ നടക്കുന്നത് ഈ രണ്ട് പൊസിഷനിലാണ് ചേഞ്ചസ് നടക്കുന്നത്. ക്ലിയർ? ഇവിടെ ഈ ഒരു COA എവിടത്തേക്ക് ആഡ് ചെയ്യപ്പെടും? ഈ ഒരു റീജിയനിലേക്ക് ആഡ് ചെയ്യും. സോ ദിസ് ബിക്കം SCOA ഫോം ചെയ്യും. ഓക്കെ. ഇനി ഇവിടെയില്ല ഒരു ഹൈഡ്രജൻ ആറ്റം ഇനി ബാക്കിയുണ്ട്, ശ്രദ്ധിച്ചോളണം. അതേപോലെ ഇനി ഈ ഒരു പൊസിഷനിൽ ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യപ്പെടും. സോ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹിയർ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ബാക്കിയുണ്ട് അല്ലേ? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം NAD റിസീവ് ചെയ്യും. ദെൻ NAD ബിക്കംസ് വാട്ട്? NADH ആയിട്ട് മാറും. NADHും ബാക്കിയുള്ള H+ ഇവിടെ ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കാർബൺ കൂടെ നഷ്ടപ്പെടും. അപ്പോൾ ടോട്ടൽ കാർബൺ കോമ്പൗണ്ട് എത്രയായി? 4 കാർബൺ കോമ്പൗണ്ടായി.
5 കാർബൺ കോമ്പൗണ്ട് ആയ ആൽഫ കീറ്റോ ഗ്ലൂട്ടാമിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ടു സക്സിനൈൽ കോയിൻ സെയിം. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഒരു ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്, അതുകൂടാതെ ഒരു ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. എൻസൈംസിന്റെ പേര് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ്. അടുത്ത സ്റ്റെപ്പ് phosphorylation and hydrolysis. Succinyl coenzyme is converted to succinic acid ആയിട്ട് കൺവേർട്ട് ചെയ്യും. Succinic acid ആയിട്ട് കൺവേർട്ട് ചെയ്യും by the hydrolysis of thioester bond of succinyl coenzyme. ഇവിടെ ഉണ്ടാവുന്ന ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും, തയോളിസിസ് എന്ന് പറയുന്നതിന്. ഓക്കെ, ഹിയർ GDP is phosphorylated to GT. ഇവിടെ GDP ഫോസ്ഫേറ്റ് ആയിട്ട് ചേർന്നിട്ട് ഇവിടെ ഒരു GTP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട്. എന്നിട്ട് കോഎൻസൈം A എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. So COH same right here, CH2 is same here, CH2 is same here. Then so water is added here. വാട്ടർ ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു OH ഈ ഒരു ജംഗ്ഷനിൽ ആഡ് ചെയ്യും, ഓരോ OH ഇവിടെ ജംഗ്ഷനിൽ ആഡ് ചെയ്യും, ബാക്കി ഒരു OH ഇവിടത്തേക്ക് ആഡ് ചെയ്യപ്പെടും ഈ ഒരു പൊസിഷനിൽ. ക്ലിയർ? So it becomes COASH. Clear? So it's called succinic acid. Next, ആറാമത്തെ സ്റ്റെപ്പാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രോജനേഷൻ. സക്സിനിക് ആസിഡിൽ രണ്ട് ഹൈഡ്രജനും കൂടെ റിമൂവ് ചെയ്യും, ഒന്ന് ഇവിടെയും one from here and one from here. Both are accepted by FAD. Then it forms FADH2. So അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. So this is called fumaric acid. ഇത് 4 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്, ഇത് 4 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. So this is done by the succinate dehydrogenase എന്ന് പറഞ്ഞ എൻസൈം ആണ്. FAD is the hydrogen acceptor. Okay. Then next step, hydration എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. Fumaric acid is hydrated, water is added here and malic acid is formed. അതിന് എൻസൈം fumarase എന്ന് പറഞ്ഞ എൻസൈം. So വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? COH സെയിം പൊസിഷൻ, ഇവിടെ ഒരു OH ആഡ് ചെയ്യപ്പെടും. ഈ ഒരു പൊസിഷനിൽ OH H O ആഡ് ചെയ്യും. ഇനി അടുത്ത HO ഇവിടെ ആഡ് ചെയ്യും ഈ പൊസിഷനിൽ. ഓക്കെ, സോ ദിസ് ബിക്കംസ് CH2. This one CHOH COH. So this is called malic acid. Okay. Next, one more dehydrogenation. Malic acid ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയില്ല ഈ ഹൈഡ്രജനും ദിസ് ഹൈഡ്രജൻ ആൻഡ് ദിസ് ഹൈഡ്രജൻ is removed. So it becomes C double bond of here. ബാക്കിയൊക്കെ സെയിം ആണ്. So these hydrogen are accepted by NAD to form NADH and H+. So that is called oxaloacetic acid ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എത്തി? വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഓക്സലോഅസറ്റിക് ആസിഡിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം ഈ കംപ്ലീറ്റ് സൈക്കിൾ 8 സ്റ്റെപ്പ് സൈക്കിൾ കഴിയുന്ന സമയത്ത് വീണ്ടും ഓക്സലോഅസറ്റിക് ആസിഡ് നമ്മളിവിടെ റീജനറേറ്റ് ചെയ്തു. This is the whole steps. അപ്പോൾ നോക്കാം, ഒന്നുകൂടെ കംപ്ലീറ്റ് സ്റ്റെപ്പ് നോക്കാം. സോ ദിസ് ഈസ് എ പൈറുവേറ്റ്, അതായത് ഗ്ലൈക്കോളിസിസ് നമുക്ക് പൈറുവിക് ആസിഡ് കിട്ടൂലേ, പൈറുവിക് ആസിഡ് കോഎൻസൈമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അസ്റ്റൈൽ കോഎൻസൈം ഫോം ചെയ്യും. അല്ലെങ്കിൽ ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്ന സമയത്ത് അസ്റ്റൈൽ കോഎൻസൈം ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ദെൻ അസ്റ്റൈൽ കോഎൻസൈം ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ ഇത് ഫോം ചെയ്യില്ലേ ഓക്സലോഅസറ്റിക് ആസിഡ്, ആ ഓക്സലോഅസറ്റിക് ആസിഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ദെൻ എന്ത് ഫോം ചെയ്യുക? അതിൻ്റെ ഇടയിൽ 1-2 സ്റ്റെപ്സ് ഉണ്ട്. 6 അക്കോണറ്റിക് ആസിഡും 6 അക്കോണറ്റിക് ആസിഡ് ഒക്കെ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഓക്സലോഅസറ്റേറ്റ് 2 സ്റ്റെപ്പിൽ സിട്രേറ്റ് ആയിട്ട് ഫോം ചെയ്യും. സിട്രേറ്റ് പറഞ്ഞാൽ ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അവിടുന്ന് ഒരു അടുത്ത സ്റ്റെപ്പിൽ അത് ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും.
ഐസോമറിക് ഫോമാണ്. ദെൻ ഇറ്റ് ഫോംസ് ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ്. അവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹൈഡ്രജനും റിമൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിന് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും, ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടും, ഒരു കോയിൻസിയം ആഡ് ചെയ്യപ്പെടും. അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ ഓർത്തേക്കണം. 1 carbon dioxide is removed, hydrogen is removed, and coenzyme is added. So it forms succinyl coenzyme. അപ്പോൾ ഇത് എത്ര കാർബൺ കോമ്പൗണ്ട് ആയി? 4 കാർബൺ കോമ്പൗണ്ട് ആയി, കാരണം 2 കാർബൺ ഡയോക്സൈഡ് ഓൾറെഡി റിമൂവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ കോയിൻസിയം റിമൂവ് ചെയ്യപ്പെട്ടു, ഒരു GTP ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ദെൻ ഇറ്റ് ഫോംസ് എ സക്സിനേറ്റ്, സക്സിനിക് ആസിഡ് ആയിട്ട് മാറി, സക്സിനിക് ആസിഡ്. ദെൻ സക്സിനിക് ആസിഡ് എന്ത് ചെയ്യും? ഫ്യൂമാറിക് ആസിഡ് ആയിട്ട് മാറും. ഫ്യൂമാറിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ ഒരു FADH സിന്തസൈസ് ചെയ്യും. ദെൻ ഫ്യൂമാറിക് ആസിഡ് അടുത്ത സ്റ്റെപ്പിൽ മാലിക് ആസിഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ മാലൈറ്റ് ആയിട്ട് മാറും. ദെൻ മാലൈറ്റ് വീണ്ടും ഓക്സലാറ്റ് അസ്റ്റേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് വീണ്ടും ഒരു ഡീഹൈഡ്രോജനേഷൻ നടക്കും. So this is all about Krebs cycle or tricarboxylase or citric acid cycle.